LDF-നേറ്റ തിരിച്ചടി സർക്കാർ ജീവനക്കാരുടെ മധുര പ്രതികാരമാണെന്നും കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളെ ബാധിച്ച വൈറസിനെ UDF 102 ഡോസ് ഇഞ്ചക്ഷൻ കൊണ്ട് കൊന്നുകളഞ്ഞുവെന്നും ജീവനക്കാരെ ഇത്രത്തോളം ദ്രോഹിച്ച സർക്കാർ മുൻപും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി പറഞ്ഞു. 10 വർഷക്കാലം കൊണ്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്ത് ജീവനക്കാരെ ദ്രോഹിച്ച സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പതിറ്റാണ്ട് കാലം പ്രബുദ്ധമായ മലയാളക്കരയെ ഭരിച്ച ഇടതുപക്ഷം എന്ന് നമുക്ക് പറയാൻ വയ്യ, പിണറായി ഗവൺമെന്റിനെതിരായി കേരളീയ ജനത കിട്ടിയ ഒരവസരത്തിൽ തന്നെ വലിയ ഒരു വിജയം ജനാധിപത്യ മുന്നണിക്ക് നൽകിയിരിക്കുകയാണ്. പിണറായി ഗവൺമെന്റിന് ഒരു 2ാം ടേം കിട്ടിയപ്പോൾ അത് വലിയ ജനാംഗീകാരമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൂടെ കുറെ കമ്മ്യൂണിസ്റ്റുകാരെ ഇളകിയാടിയിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ 5 വർഷം LDF, 5 വർഷം UDF, അങ്ങനെ വളരെ കൃത്യമായി 2 മുന്നണികളായി ഭരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി 2ാമത് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ പിടിയിലായിരുന്നു ലോകം മുഴുവൻ. കോവിഡ് ലോകത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ തന്നെ അത് കേരള എയ്ഡഡ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറത്ത് നടത്തിയ വിജയാരവം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഹമ്മദ് സലീം എടക്കര അധ്യക്ഷത വഹിച്ചു. കണ്ടിയൻ മുഹമ്മദ് അലി, റഫീഖ് പുളിക്കൽ, നസീർ പുത്തൂർ, ഇർഷാദ് എടവണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ആദം താനാരി, അബ്ദുൽ ഖാദർ പറവണ്ണ, ഖാദർ കടവനാട്, റൂൺസ്കർ നിലമ്പൂർ, യൂസുഫ് വല്ലാഞ്ചിറ, ഷൌൽ ഹമീദ് കൊണ്ടോട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.